പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നന്ദു ആണെങ്കിൽ ഹെൽമെറ്റ് ഊരുന്ന സമയത്ത് ആദർശ് ചോദിക്കുകയാണ്, നന്ദു നീ ആയിരുന്നോ എന്ന് നോക്കിട്ടോ. നൈനയ്ക്കാണെങ്കിൽ നന്ദുവിനെ കാണുമ്പോൾ അങ്ങ് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് നൈനയാണെങ്കിലും നന്ദുവിൻ്റെ കവളത്ത് ഒരെണ്ണം കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ചോദിക്കും, രണ്ടുപേരും കൂടെ ഞങ്ങളെയൊക്കെ വിഷമിപ്പിച്ചിട്ട് ചുറ്റി കറങ്ങാൻ പോയതായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അനി പറയുന്നുണ്ടായിരുന്നു, ഞാൻ വിളിച്ചിട്ടാണ് അവൾ വന്നത് എന്ന് പറയൂ കേട്ടോ. ഞാൻ അവളെ വിളിച്ച് ആ സമയത്താണ് അവൾ എന്നെ കാണാനായിട്ട് വന്നത് എന്ന് പറയും. ഞാൻ അവൾ വന്നിട്ടില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി, അതുകൊണ്ടാണ് നന്ദു എൻ്റെ അടുത്തേക്ക് വന്നത് എന്നൊക്കെ പറയുമ്പോൾ, നിങ്ങളങ്ങനെ പല കള്ളങ്ങളും പറയും ഞങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതൊന്നും ഇനി ഞങ്ങൾ വിശ്വസിക്കില്ല എന്ന് ആദർശും നയനും പറയുകയാണ് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ചും അനി പറഞ്ഞതും വിശ്വസിക്കില്ല, ഇനിയിപ്പോൾ നന്ദു പറയുന്നതും ഞങ്ങൾ മുഖവിലയ്ക്ക് എടുക്കില്ല എന്ന് പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നയന് പറയുന്നുണ്ടായിരുന്നു, നീ ഇങ്ങനെ CA ആയിട്ടുള്ള കല്യാണത്തിന് സമ്മതിക്കുകയാണെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കാം, നിനക്ക് അനിയുമായിട്ടൊരു ബന്ധമില്ല എന്നുള്ളത് എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നീ ആ കല്യാണത്തിന് സമ്മതിക്കാത്തിടത്തോളം കാലം ഞങ്ങളിതൊന്നും ഇങ്ങനെ വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് പറയുകയാണ്. അതുപോലെ തന്നെ നയന പറയുന്നുണ്ടായിരുന്നു, ആ CA ആയിട്ടുള്ള കല്യാണം ഉടനെ തന്നെ നടത്തും എന്ന് പറയുന്നുണ്ട് കേട്ടോ. നന്ദുവിനാണെങ്കിലും അതിനോട് വലിയ യോജിപ്പൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നയന അത് തർപ്പിച്ച് പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് നന്ദുവിനോട് വന്ന് വണ്ടിയിൽ കയറാൻ പറയും. അതുപോലെ തന്നെ ആദർശാണെങ്കിലും അനീനോട് വീട്ടിലേക്ക് പെട്ടെന്ന് പോകാനും പറയുന്നുണ്ട് കേട്ടോ. അവിടെ അനീനെ കാണാതെ എല്ലാവരും വീട്ടിൽ വിഷമിച്ചിരിക്കുകയാണ്, പെട്ടെന്ന് വീട്ടിലേക്ക് പോകാൻ നോക്ക് എന്ന് പറയും. അങ്ങനെ പിന്നെ നന്ദുവിനെ വിളിച്ചുകൊണ്ട് അവർ കാറിൽ കയറ്റി കൊണ്ടുപോവാണ്. കാറിൽ കയറിയ സമയത്തും നയനയാണെങ്കിലും നന്ദുവിനെ കുറേ വഴക്കൊക്കെ പറയുന്നുണ്ട്. ഒരുത്തിക്കാണെങ്കിൽ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നന്നായിട്ട് വഴക്കും പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്കൊപ്പം ഇങ്ങനെ പോയതിന് നന്നായിട്ട് ചീത്ത പറയുന്നുണ്ട്. അനിയാണെങ്കിലും പിന്നീട് വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ദേവ്യാനിയാണെങ്കിലും ആകെ വിഷമിച്ച് ഇങ്ങനെ അവിടെ ഇരിക്കുകയായിരിക്കും കേട്ടോ സോഫയിൽ. പനി വരുന്ന കാണുമ്പോൾ തന്നെ അനിയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുന്നുണ്ടായിരുന്നു. എന്നിട്ട് അനിയുടെ മുഖത്താണെങ്കിലും ഇപ്പോഴും ഇങ്ങനെ അടിച്ച പാട് കവിളത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ ദേവ്യാനി പറയുന്നുണ്ടായിരുന്നു, എന്തിനാ മോനെ നീ ഇങ്ങനെ മറ്റുള്ളവരുടെ അടിയൊക്കെ ഇങ്ങനെ മേടിച്ച് കൂട്ടുന്നത്, ആ കവിളിൽ ഓരോ ദിവസം കഴിയുന്തോറും ആ പാട് ഇങ്ങനെ തെളിഞ്ഞു വരികയാണല്ലോ എന്നൊക്കെ പറയൂ കേട്ടോ. എന്നിട്ട് നന്ദുവിൻ്റെ കല്യാണമാണെങ്കിലും CA ആയിട്ട് ഇങ്ങനെ നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു. നന്ദു നല്ലൊരു കുട്ടിയാണ്, നീ എന്തിനാ ഇപ്പോഴും ഇങ്ങനെ നന്ദുവിൻ്റെ പിറകെ നടക്കുന്നത്, അവളെ എന്തായാലും നിനക്ക് കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് അനി പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ എന്തിനേലും ഒരു കാര്യത്തിന് ഇവിടെ വാശി പിടിച്ച് വല്യമ്മ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ, ഞാൻ ഒരേ ഒരു കാര്യത്തിൽ മാത്രമേ വാശി പിടിച്ചിട്ടുള്ളൂ. അപ്പോൾ അതാണെങ്കിൽ എനിക്ക് നേടിത്തരാൻ ഇവിടെ ആരും എൻ്റെ കൂടെ നിന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ടോ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതോ ഒരു രാക്ഷസിയാണ് എന്നൊക്കെ പറയൂ കേട്ടോ. ഇനി എന്തായാലും എനിക്ക് ഇങ്ങനെ എൻ്റെ ജീവിതത്തിലേക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു കുട്ടി തന്നെ വരണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ആ ഒരു വിഷമം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ദേവയാനി പറയുകയാണ്, നിൻ്റെ അമ്മയുടെ കാര്യം പോട്ടെ, പക്ഷെ നയനി നവ്യൊന്നും ഈ ബന്ധത്തിന് കൂട്ടു നിൽക്കില്ല. അതുപോലെ തന്നെ നന്ദുവിൻ്റെ അച്ഛനും അമ്മയ്ക്കൊന്നും ഒട്ടും യോജിപ്പില്ല ഈ ഒരു ബന്ധം നടത്തുന്നതിൽ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പനിക്കാണെങ്കിലും നല്ല വിഷമമാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയൊക്കെ ചിന്താഗതിയെ കുറിച്ചും പറയുന്നുണ്ടായിരുന്നു. കല്യാണത്തിനൊന്നും പെൺകുട്ടികൾക്ക് ഇപ്പോൾ ഒരു താല്പര്യമില്ല എന്നാണ് പറയുന്നത്. പിന്നെ ആൺകുട്ടികൾക്ക് എന്താ, കല്യാണം കഴിഞ്ഞാൽ വല്ല കിരീടമാണോ കിട്ടുന്നത്, ആൺകുട്ടികളുടെ കാര്യം അങ്ങനെയൊക്കെ തന്നെയാണ്. അവർക്കും ഇപ്പോൾ നന്നായിട്ട് അറിയാം കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഊരാൻ കൊടുക്കുകയാണ് എന്നുള്ളത് എന്നൊക്കെ ഇങ്ങനെ അതിനെക്കുറിച്ചൊക്കെ അനി സംസാരിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. അനി അങ്ങ് പോകുന്ന സമയത്ത് ദേവ്യാനിയും ഭയങ്കര വിഷമത്തിൽ നിൽക്കുകയാണ് കേട്ടോ. പിന്നീട് ആദർശാണെങ്കിലും ഇങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ കാറിൽ. അപ്പം നയനെ ചോദിക്കുന്നുണ്ടായിരുന്നു, എൻ്റെ വീട്ടിലേക്കല്ലേ പോകുന്നത്, പിന്നെ ആദർശേട്ടൻ ഈ വഴി എങ്ങോട്ടാന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരാളെ കാണാനുണ്ടായിരുന്നു ഇവിടെ എന്ന് പറയട്ടെ. അപ്പോൾ നയനെ ചോദിക്കുന്നുണ്ട്, ആരെ കാണാനാന്ന്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എത്താറായല്ലോ, അപ്പോൾ ആരെ കാണാനാന്ന് പറയുന്നില്ല കേട്ടോ. അപ്പോൾ അതങ്ങ് മനസ്സിലായിക്കോളും എന്ന് പറയും. വണ്ടി അവിടെ നിർത്തുമ്പോൾ തന്നെ നന്ദു പറയുന്നുണ്ടായിരുന്നു, ഇത് സച്ചിൻ സാറിൻ്റെ ഗസ്റ്റ് ഹൗസ് അല്ലേ എന്ന് പറയൂ കേട്ടോ. അപ്പോൾ അതെ, അയാളാണെങ്കിലും അനിയുടെ കർണത്തടിച്ചതിന് മുത്തശ്ശൻ അയാളുടെ അടുത്ത് പോയി സീൻ ഉണ്ടാക്കി. അതുപോലെ തന്നെയാണ് അനിയുടെ കർണത്തടിച്ചത്, എനിക്കും ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പം അതിന് അയാളോട് സംസാരിച്ചേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു, അവിടെ പോയിട്ട് വഴക്കുണ്ടാക്കാൻ പോവുകയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, വഴക്കുണ്ടാക്കാനൊന്നുമല്ല, എന്തായാലും അയാളോട് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കണമല്ലോ എന്ന് പറയുമ്പോൾ നയനയും നന്ദും വരാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വരണ്ട, പ്രത്യേകിച്ച് നന്ദു വന്നിട്ടുണ്ടെങ്കിൽ അയാൾക്കതൊരു കുറച്ചിലാവും, ഞാൻ പോയിട്ട് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് ആദർശ് അവിടെ നിന്ന് അങ്ങ് പോകുമ്പോൾ, ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് ആദർശേട്ടൻ വഴക്കുണ്ടാക്കുമോ എന്നിങ്ങനെ നന്ദുവിനോട് ചോദിക്കുമ്പോൾ, വഴക്കുണ്ടാക്കുകയാണെങ്കിൽ അങ്ങ് ഉണ്ടാക്കിക്കോട്ടെ എന്ന് നന്ദു പറയൂ കേട്ടോ. ഓ, നിനക്കിപ്പോൾ അങ്ങനെയല്ലേ പറയുള്ളൂ നീ, അതാവുമ്പോൾ പിന്നെ ആ കല്യാണം അങ്ങ് മുടങ്ങിപ്പോയിക്കോളല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ നന്ദു പറയും അയാളൊരു മഹാബോറനാണ് എന്ന്. അപ്പോൾ നയന ചോദിക്കുന്നുണ്ടായിരുന്നു, പിന്നെ ആരാ ഇങ്ങനെ ബോറനല്ലാത്തതെന്ന് ചോദിക്കും കേട്ടോ. നന്ദു മിണ്ടാതിരിക്കും. പിന്നീട് ആദർശും CAയും കൂടെ സംസാരിക്കുകയാണ്.
ആദർശ് സിഎനോട് ആദ്യം തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്നെ കണ്ടിട്ട് മനസ്സിലായോ എന്ന് ചോദിക്കും. അപ്പോൾ സാറിനെ ഞാൻ പല ഫംഗ്ഷൻസിലും കണ്ടിട്ടുണ്ട് എന്ന് പറയൂ കേട്ടോ. എന്നിട്ട് പിന്നെ അവർ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അനിയുടെ കർണത്തടിച്ചതിനെ കുറിച്ച് തന്നെയാണ് കേട്ടോ സംസാരിക്കുന്നത്. അപ്പോൾ നന്ദുവിനെ കല്യാണം ആലോചിച്ച് ചെന്നിട്ടുണ്ടായിരുന്നല്ലോ, ആ കാര്യങ്ങളും ഒക്കെ അറിയാമെന്ന് ആദർശ് പറയുന്നുണ്ട്. എന്തായാലും പിന്നീട് നന്ദുവിൻ്റെ അല്ല അനിയുടെ കർണത്തടിച്ചതിനെ കുറിച്ച് ഇങ്ങനെ ചോദിക്കുമ്പോൾ സിഐ പറയുന്നുണ്ടായിരുന്നു, അനിയനോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റേഷനിലേക്ക് നന്ദുവിനെ കാണാൻ വരരുത് എന്നുള്ളത്. അതുപോലെ തന്നെ അനി ഇപ്പോഴും ഇങ്ങനെ നിയമപരമായിട്ട് ഇങ്ങനെ വിവാഹബന്ധമൊന്നും വേർപ്പെടുത്തിയിട്ടില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ അനിയുടെ ഭാര്യയ്ക്ക് വേണമെങ്കിൽ ഇങ്ങനെ അനി ഇങ്ങനെ മറ്റൊരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അവളുടെ പിറകെ നടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒരു തെറ്റ് തന്നെയാണ് അനി ചെയ്യുന്നത് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നിയമപരമായിട്ട് ബന്ധം വേർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ആരെ വേണമെങ്കിലും നോക്കുകയും ഏത് പെൺകുട്ടികളുടെ പിറകെ നടക്കുകയൊക്കെ ചെയ്യാം, ആരും ഒന്നും ചോദിക്കാൻ വരില്ല. പക്ഷേ നിയമപരമായിട്ട് ബന്ധം വേർപ്പെടുത്താത്തോളം കാലം അനി ഇങ്ങനെ മറ്റാരുടെ പിറകെ നടക്കാനും പാടില്ല, മറ്റൊരു പെൺകുട്ടീനെ മനസ്സിൽ ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ട് നടക്കാനൊന്നും പാടില്ല, അത് തെറ്റ് തന്നെയാണെന്ന് പറഞ്ഞു കൊടുക്കും കേട്ടോ. അപ്പോൾ ആദർശിനും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, എന്തായാലും നിങ്ങൾക്ക് അനിയനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാമായിരുന്നല്ലോ, എന്തിനാ കർണത്തടിക്കാൻ പോയത് എന്ന് പറയുന്നുണ്ട്. അനിയുടെ കർണത്തടിച്ചത് ഒട്ടും ഇഷ്ടമായിട്ടില്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ, മുഖത്ത് നോക്കി സിഐൻ്റെ. അപ്പോഴാണ് സിഐ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആദർശിനെ മനസ്സിലാക്കി കൊടുക്കുന്നത്. അപ്പോൾ അറിയാതെ പറ്റിപ്പോയതാണ്, ഞാൻ അനിയനോട് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റേഷനിലേക്ക് നന്ദുവിനെ കാണാൻ വരരുത് എന്ന്. അതൊക്കെ ധിക്കരിച്ചുകൊണ്ടാണ് അയാൾ പിന്നെ അങ്ങോട്ട് വന്നത്. അപ്പം ഞാൻ എൻ്റെ ദേഷ്യത്തിൽ അങ്ങ് ചെയ്തു പോയതാണ്. അതിന് ഞാനിങ്ങനെ സാറിനോടും അതുപോലെ തന്നെ സാറിൻ്റെ മുത്തശ്ശനോടും ഒക്കെ ഇങ്ങനെ മാപ്പ് പറയാനായിട്ട് ഇങ്ങനെ തുടങ്ങിയതായിരുന്നു. ആ സമയത്താണ് അങ്ങോട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വരാനിരിക്കുകയായിരുന്നു. അപ്പോഴാണ് മൂർത്തി സാർ ഇങ്ങോട്ട് വന്നത്, എന്നെ എന്തൊക്കെയോ പറഞ്ഞിട്ട് അങ്ങ് പോയത് എന്ന് പറയട്ടോ. എന്തായാലും ഞാൻ അനിയനോട് മാപ്പ് പറയണമെന്ന് വിചാരിച്ചതാണ്. എന്തായാലും ഇപ്പോൾ സാർ ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് ഞാൻ സാറിനോട് അങ്ങ് മാപ്പ് പറയുകയാണ് എന്നൊക്കെ പറയും. അപ്പോൾ ആദർശാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, നന്ദുവിനെ ഇങ്ങനെ കല്യാണം ആലോചിച്ച് വന്നു എന്നുള്ള ആ ഒരു ഇതിൽ മാത്രമാണ് ഞാൻ നിങ്ങളോട് കൂടുതലൊന്നും പറയാത്തത് എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ അനിയും നന്ദും തമ്മിൽ ചിലപ്പോൾ ഇങ്ങനെ അവർ ചിലപ്പോൾ ഫോണിലൊക്കെ ഒരുപാട് ഇങ്ങനെ സംസാരിച്ചിട്ടൊക്കെ ഉണ്ടാവും. ആ ഒരു കോൾ ലിസ്റ്റ് തന്നെ എടുത്താൽ മതിയാവും അവർ തമ്മിലുള്ള ബന്ധം ഇങ്ങനെ ഇതാക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അനിയും നന്ദും തമ്മിൽ പല ബന്ധങ്ങളും ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ ഓരോരുത്തർ പറയുന്നുണ്ട്. പക്ഷേ ഞാനതൊന്നും ഇങ്ങനെ മുഖവിലേക്ക് എടുക്കുന്നില്ല എന്ന് പറയും കേട്ടോ, ഞാനതൊന്നും കാര്യമാക്കുന്നില്ല. പിന്നെ നന്ദുവിനെ കല്യാണം കഴിക്കാൻ വേണ്ടി ആലോചിച്ച് ചെന്ന കാര്യങ്ങളൊക്കെ സച്ചിൻ പറയുന്നുണ്ടായിരുന്നു. എൻ്റെ അതേ ഒരു വേവ് ലെങ്ത്തിലുള്ള പെൺകുട്ടിയാണ് നന്ദു, അതുകൊണ്ടാണ് എനിക്ക് അവളെ വേണം എന്നുള്ളൊരു വാശിയും കൂടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നീട് ആദർശാണെങ്കിലും അവിടെ നിന്ന് നല്ല മാന്യമായിട്ട് സച്ചിനോട് സംസാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇറങ്ങുന്നത്. അപ്പോൾ ആദർശ് പോരുന്ന സമയത്ത് സച്ചിനാണെങ്കിലും ഒരു ചെറിയ ചിരിയോടുകൂടി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അത് കഴിഞ്ഞ് നന്ദു ആണെങ്കിലും വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പറയുന്നുണ്ടായിരുന്നു, ഈ നടന്ന കാര്യങ്ങളൊന്നും അച്ഛനോടും അമ്മേനോടും പറയരുത്, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാട്ടോ ആദർശിനോടും നൈനയോടും ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ നന്ദു ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അച്ഛനും അമ്മയും അറിയണം എന്ന് തന്നെയാണ് നൈനയും ആദർശും പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നന്ദു പറയുന്നുണ്ടായിരുന്നു, അവരിതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ പ്രതികരിക്കാമെന്ന് അറിയില്ല, പിന്നെ അച്ഛന് വലിയൊരു അസുഖം ഉള്ളതല്ലേ, നിങ്ങൾക്കൊക്കെ അറിയാവുന്നല്ലേ എന്ന് പറയുമ്പോൾ നൈന പറയും, അത് നിനക്കും അറിയാവുന്ന കാര്യം തന്നെയാണല്ലോ, എന്നിട്ടല്ലേ നീ ഇങ്ങനെ ഓരോ പണിയൊക്കെ ഒപ്പിക്കുന്നതെന്ന് പറയുമ്പോൾ എന്തായാലും ഇതിപ്പോൾ ഇങ്ങനെ അച്ഛനോടും അമ്മേനോടും പറയാതിരിക്കാൻ പറ്റുമോ പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ആലോചിക്കാം എന്ന് ആദർശ് പറയുന്നുണ്ടായിരുന്നു. നൈന അതിൻ്റെ ഇടയിൽ ഇരുന്ന് തന്നെ വണ്ടിയിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ, CI സച്ചിനുമായിട്ടുള്ള കല്യാണം എന്തായാലും നടത്തുമെന്ന് പറയുമ്പോൾ നന്ദുവിന് അതൊട്ടും താല്പര്യമില്ലല്ലോ. നന്ദു പറയുന്നുണ്ടായിരുന്നു, അയാളൊരു മഹാബോറനാണ്, അയാൾ അത്ര നല്ലതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല എന്ന് പറയുമ്പോൾ നൈന പറയും, നിനക്ക് ഇനിയിപ്പോൾ നിന്നെ ആര് പെണ്ണ് ആലോചിച്ച് വന്നിട്ടുണ്ടെങ്കിലും നിനക്ക് അവരെയൊന്നും പിടിക്കില്ല എന്ന് പറയും, കാരണം നിൻ്റെ മനസ്സിലാനിയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ തമ്മിൽ തർക്കിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അവർ വീട്ടിലേക്ക് എത്തുകയാണ്. അപ്പോൾ കനകയും ഗോവിന്ദനും ആദർശ് നൈനയാണല്ലോ വന്നിട്ടുള്ളത് കാറിലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്ദു അവരുടെ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവർക്കൊരു സംശയം ആവുന്നുണ്ടായിരുന്നു. നൈനയും അതുപോലെ തന്നെ ആദർശം ഇറങ്ങിയ ശേഷം നന്ദുവിനോടും ഇറങ്ങാനായിട്ട് പറയുകയാണ് കേട്ടോ. അപ്പോൾ 3 പേരും കൂടെ ഒരുമിച്ച് വരുന്ന കാണുമ്പോൾ തന്നെ അവർക്കൊരു സംശയമാണ്. അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് ചോദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു, നിങ്ങൾ 3 പേരും കൂടെ എങ്ങനെ ഒരുമിച്ച് വന്നതെന്ന് ചോദിക്കുമ്പോൾ അതുപോലെ ആദർശ് പറയുന്നുണ്ടായിരുന്നു, അനിയനെ കാണാനില്ലായിരുന്നു, ഞങ്ങൾ അവനെ അന്വേഷിച്ച് ഇറങ്ങിയതാണ്, അപ്പോൾ നന്ദുവിനെ കൂടെ വിളിച്ച് കാര്യം പറഞ്ഞു, അപ്പോൾ നന്ദുവും കൂടെ ഞങ്ങളുടെ കൂടെ കൂടി എന്ന് പറയൂ കേട്ടോ. അപ്പോൾ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്നിട്ട് അനി എവിടെയെന്ന് ചോദിക്കൂട്ടോ. അപ്പോൾ ആദർശ് പറയും, അവനെ ഞങ്ങൾ വീട്ടിലേക്ക് പറഞ്ഞയച്ചു എന്ന് പറയും. അപ്പോൾ ഗോവിന്ദനും കനകയും പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ അനിയനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്, ഇനിയിപ്പോൾ അതുപോലെ തന്നെ നന്ദുവിനെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി എന്ന് പറയുമ്പോൾ നന്ദുവിന് അത് ഇഷ്ടാവുന്നില്ല. അപ്പോൾ നന്ദു പറയുന്നുണ്ടായിരുന്നു, കല്യാണം എന്ന് പറയുന്നത് ഒരു
ഇങ്ങനെ ആൺകുട്ടീനെയും പെൺകുട്ടീനെയും ഇങ്ങനെ അടിച്ചേൽപ്പിക്കേണ്ട ഒന്നല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ നിർബന്ധിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നന്ദു അങ്ങ് അകത്തേക്ക് പോകട്ടെ. അപ്പോൾ ഗോവിന്ദൻ ആദർശിനോട് പറയുന്നുണ്ടായിരുന്നു, കണ്ടില്ലേ മോളുടെ സ്വഭാവം ഇതാണ് എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടെ, എന്തായാലും ഇനിയിപ്പോൾ എല്ലാവരും കൂടി സംസാരിച്ച് അവളുടെ മനസ്സൊന്ന് മാറ്റിയെടുത്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഉടനെ തന്നെ സച്ചിനുമായിട്ടുള്ള കല്യാണം നടത്തണം എന്ന് തന്നെയാണ് കേട്ടോ അവരുടെയും തീരുമാനം. എന്നിട്ട് പിന്നീട് എന്തായാലും എനിക്കിങ്ങനെ പ്രശ്നമൊന്നുമില്ലല്ലോ എന്നൊക്കെ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവന് കുഴപ്പമൊന്നുമില്ല, അവൻ ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ചുറ്റി കറങ്ങായിരുന്നു എന്ന് പറയും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ പേടിച്ച പോലെയൊന്നും കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയും. അപ്പോഴാണ് കേട്ടോ അവർക്കൊരു സമാധാനം ആവുന്നത്. അപ്പോൾ എന്തായാലും പിന്നീട് സച്ചിനുമായിട്ട് ആദർശ് സംസാരിച്ചല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ സച്ചിൻ അത്രയ്ക്ക് ഇങ്ങനെ ബോറായിട്ടുള്ള ഒരാളായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല, നല്ല മാന്യനായിട്ടാണ് തോന്നിയത്. അപ്പോൾ ആ ബന്ധം നടത്തുന്നതിൽ കുഴപ്പമില്ല എന്നുള്ള രീതിക്ക് ആദർശം സംസാരിക്കുകയാണ്. പിന്നെ അനീനെ അയാൾ അടിച്ചതിന് കുറ്റം പറയാനും പറ്റില്ല, അയാൾ പറയുന്നതിലും കുറച്ചൊക്കെ കാര്യമുണ്ടെന്ന് ആദർശ് പറയുമ്പോൾ അവർക്കൊരു സമാധാനം ആവുന്നുണ്ട് കേട്ടോ, കനയ്ക്കും ഗോവിന്ദനൊക്കെ. അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ സച്ചിനും നന്ദുമായിട്ടുള്ള കല്യാണം നടത്താനുള്ള ഒരു തീരുമാനമാണ് അവർക്ക്. പിന്നീട് ആദർശിനോടും നയനിയോടും കയറിയിരിക്കാൻ ഇങ്ങനെ പറയുന്ന സമയത്ത്, ഇനിയിപ്പോൾ ഈ സമയത്ത് കയറിയിരിക്കുന്നില്ല, അവിടെ ആദർശേട്ടൻ്റെ അമ്മയ്ക്ക് ഞങ്ങളെ കാത്തിരിക്കുകയായിരിക്കും, പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അവർ യാത്ര പറഞ്ഞ് പോകും കേട്ടോ. അപ്പോഴും നന്ദുവിൻ്റെയും സച്ചിൻ്റെയും കല്യാണ കാര്യത്തിനെ കുറിച്ച് തന്നെയാണ് കനകയും ഗോവിന്ദനും ഇങ്ങനെ സംസാരിക്കുന്നത്. സച്ചിനും നന്ദുമായിട്ടുള്ള കല്യാണം പെട്ടെന്ന് നടത്തണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയൊക്കെയാണ് കാണിച്ചത്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ടായിരുന്നു, അനീനെ അറസ്റ്റ് ചെയ്യാനായിട്ട് നന്ദുവിനോട് പറയുന്നുണ്ട് CI. അപ്പോൾ നന്ദു പറയുന്നുണ്ടായിരുന്നു, മൂർത്തി സാറിനെ പോലെ ഒരു വലിയ മനുഷ്യൻ്റെ കൊച്ചുമകനെ അറസ്റ്റ് ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് നന്ദു പറയുകയാണ് കേട്ടോ. അപ്പോൾ CI പറയുന്നുണ്ടായിരുന്നു, ഇത് എൻ്റെ ഓർഡറാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് നന്ദുവിനെ നിർബന്ധിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് പ്രൊമോയിൽ കാണിച്ചത്. റിവ്യൂ ഇഷ്ടമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.